നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കമ്പനാറ്റോ പൗലിസ്റ്റയുടെ സെമി ഫൈനൽ മത്സരത്തിൽ സാന്റോസ് കോറിന്ത്യൻസിനോട് തോറ്റുപുറത്തായി. ആ കളിയിൽ ബെഞ്ചിലിരുന്നിട്ടും നെയ്മർ ജൂനിയറെ കളിക്കളത്തിലേക്ക് ഇറക്കിയില്ല. എന്തുകൊണ്ട് നെയ്മറെ കളിപ്പിച്ചില്ല എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പരിക്കിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട് എന്നതാണ് ഇപ്പോൾ കോച്ച് പെഡ്രോ കൈസീഞ്ഞ അടക്കം പറഞ്ഞിട്ടുള്ളത്. അതേസമയം നെയ്മറെ കളിപ്പിക്കാതിരുന്നത് ബ്രസീലിയൻ ടീമിൻ്റെ കോച്ചിങ് സ്റ്റാഫ് ആവശ്യപ്പെട്ട പ്രകാരമാണ് എന്നൊരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. കാരണം ഇനിയുള്ള മത്സരങ്ങൾ ബ്രസീലിയൻ ദേശീയ ടീമിനായിട്ട് നെയ്മർക്ക് കളിക്കാനുള്ളതാണ്. 20-ാം തീയതി അവർ കൊളംബിയക്കെതിരെ കളിക്കുന്നു. ഇന്ത്യൻ സമയം പറയുമ്പോൾ 21-ന് പുലർച്ചെ 6:15-നാണ് ആ കളി. അതുപോലെ 25-ാം തീയതി അർജന്റീനയ്ക്കെതിരെ അതിസുപ്രധാനമായ മത്സരമാണ്. ഇന്ത്യൻ സമയം പറയുമ്പോൾ 26-ാം തീയതി പുലർച്ചെ 5:30-നാണ് ആ കളി. ആ കളികൾക്ക് നെയ്മർ ജൂനിയർ ബ്രസീലിയൻ ദേശീയ ടീമിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ ഡിസ്കംഫർട്ടുള്ള താരത്തെ കളിക്കളത്തിലേക്ക് വിട്ട് പരിക്ക് വഷളാക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഈ മത്സരത്തിൽ നിന്ന് പിൻവലിച്ചതാണ്, അല്ലെങ്കിൽ കളിക്കാതിരിക്കാൻ കാരണം അതാണ് എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ വരുന്ന റിപ്പോർട്ട്. നമ്മളൊന്ന് പരിശോധിക്കാം. ഡിയേഗോ ഡാൻഡസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ബ്രസീൽ ടീമിൻ്റെ മെഡിക്കൽ സ്റ്റാഫാണ് നെയ്മർ ജൂനിയർ കോറിന്ത്യൻസിനെതിരെ കളിക്കേണ്ട എന്ന തീരുമാനമെടുത്ത്. അങ്ങനെ അതായിരുന്നു അവരുടെ പ്രിഫറൻസ്. അവരത് സാന്റോസിനെ അറിയിക്കുകയായിരുന്നു. നെയ്മർ ജൂനിയറുടെ ആബ്സെൻസ് എന്ന് പറയുന്നത്, കൊറിന്ത്യൻസിനെതിരെയുള്ള മത്സരത്തിലുള്ള ആബ്സെൻസ് എന്ന് പറയുന്നത് ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ടെക്നിക്കൽ സ്റ്റാഫിൻ്റെ ഒരു പ്ലാനായിരുന്നു. അദ്ദേഹത്തെ പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇന്റർനാഷണൽ ബ്രേക്കിലെ മത്സരങ്ങൾക്ക് ലഭിക്കണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്ന് ഡിയേഗോ ഡാൻഡസ് റിപ്പോർട്ട് ചെയ്യുന്നു. അത് പെഡ്രോ കൈസീഞ്ഞയും ഏതാണ്ട് ആ കാര്യം കൺഫേം ചെയ്യുന്നുണ്ട്. അതായത് സാന്റോസിന്റെ കോച്ച് കളിക്ക് ശേഷം പറഞ്ഞത്, നെയ്മറെ ഞാൻ കളിപ്പിക്കേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു കാരണം അദ്ദേഹത്തിന്റെ ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടിയിട്ടുള്ള റെഡിനെസ് ഉറപ്പുവരുത്താനാണ്. അതായത് ബ്രസീൽ ടീമിലേക്ക് നല്ല ബെറ്റർ ആയിട്ട് നെയ്മർ പോവുക എന്നത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ കളിപ്പിക്കാതിരുന്നത് എന്ന് സാന്റോസിന്റെ കോച്ച് തന്നെ പറയുമ്പോൾ, അവർ എത്രത്തോളം നെയ്മർ ജൂനിയർ ബ്രസീൽ ടീമിന് പ്രധാനപ്പെട്ട താരമാണെന്നും അദ്ദേഹത്തിന് പരിക്ക് പറ്റാതിരിക്കാൻ എത്രത്തോളം അവർ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് എന്നും വ്യക്തമാക്കുന്ന വാക്കുകളാണത്. നെയ്മർ എത്തിപ്പെട്ടത് കൃത്യമായ സ്ഥലത്ത് തന്നെ എന്ന് ബ്രസീലിയൻ ആരാധകർ ഇപ്പോൾ കരുതുന്നുണ്ടാവും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.